ശഅബാൻ 15 രാത്രിയെയും റജബിന്റെ 1 വെള്ളിയാഴ്ച രാവിനെയും ഒരു ആഘോഷവേളയും ഇസ്ലാമിന്റെ ഒരു ഷിആറും ആക്കി മാറ്റുന്നത് ബിദ്അത്തുൻ മുൻകറത്തുൻ, വെറുക്കപ്പെടുന്ന ഒരു അനാചാരമാകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വ ആലി കുല്ലി വസ്വഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. 41 പേജിന്റെ അവസാന ഭാഗത്ത് അബൂ ശാമ റഹിമഹുല്ല വീണ്ടും നമ്മളോട് വിവരിക്കുന്നു. ഇതേ ചോദ്യം തന്നെ ഇബ്നു സലാഹ് റഹിമഹുല്ലാഹുവിനോട് 2ാം പ്രാവശ്യവും ചോദിക്കപ്പെട്ടു. ദീനിന്റെ നേതാക്കന്മാരായ പണ്ഡിതന്മാർ എന്തു പറയുന്നു? ഫീമൻ, ഒരാളെ കുറിച്ച്. യുൻകിറു അലാമ യുസല്ലി ഫി ലൈലത്തുർ റഗായിബി വ നിസ്ഫി ശഅബാൻ. ലൈലത്തുർ റഗായിബിൽ അഥവാ റജബ് 1ാമത്തെ വെള്ളിയാഴ്ച രാത്രിയിലും ശഅബാനിന്റെ പകുതിയിലും നിസ്കരിക്കുന്നവരെ വിരോധിക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? വയഖൂലു, ആ വിരോധിക്കുന്ന ആള് പറയുന്നു, ഇന്ന സൈത്തല്ലദീ യുശ്അലു ഫീഹാ ഹറാമുൻ വ തഫ്രീത്തുൻ. ആ രാത്രിയിൽ കത്തിക്കപ്പെടുന്ന വിളക്കിന്റെ എണ്ണകൾ ഹറാമാണ്, അത് അമിതവ്യയം ആണ്. വയഖൂലു ഇന്ന ദാലിക ബിദ്അത്തുൻ, ഇത് അനാചാരമാണ് എന്നും അദ്ദേഹം പറയുന്നു. വമാ ലഹുമാ ഫദ്ലുൻ, റജബിന്റെ 1ാമത്തെ വെള്ളിയാഴ്ച രാവിനോ ശഅബാൻ പകുതിയുടെ രാവിനോ ഒരു മഹത്വവും ഇല്ല. വലാ വറദ ഫിൽ ഹദീസി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീമാ ഫദ്ലുൻ വലാ ശറഫുൻ. ഈ 2 രാത്രികളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ ഒരു മഹത്വവും വന്നിട്ടില്ല. ഇങ്ങനെ ഒരു പണ്ഡിതൻ അഭിപ്രായപ്പെടുന്നു. ആ പറയുന്ന വ്യക്തി ഫഹൽ ഹുവ അല സവാബി ഔ അലൽ ഖതഇ, അദ്ദേഹം പറയുന്നത് ശരിയാണോ അല്ല പിഴവാണോ? അഫ്തൂന റളിയല്ലാഹു അൻഹും, ഇതിനെ കുറിച്ച് ശരിയായ ഒരു മറുപടി നിങ്ങൾ ഞങ്ങൾക്ക് തരണം എന്ന് ഇബ്നു സലാഹ് റഹിമഹുല്ലാഹുവിനോട് 2ാമതൊരിക്കൽ കൂടി ചോദിക്കപ്പെട്ടു. ഫഅജാബ ഐദൻ ഫഖാല, അപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു സലാഹ് റഹിമഹുല്ല അപ്പോൾ മറുപടി പറഞ്ഞു, അമ്മ സലാത്തുൽ മഅറൂഫതു ഫീ ലൈലത്തുർ റഗായിബി ഫഹിയ ബിദ്അത്തുൻ. ലൈലത്തുർ റഗായിബിൽ അഥവാ റജബ് 1ാമത്തെ വെള്ളിയാഴ്ച രാവ് നിസ്കരിക്കുന്ന ആ അറിയപ്പെട്ട നിസ്കാരം അത് ബിദ്അത്താണ്. വഹദീസുഹൽ മർവിയു മൗളൂൻ, അതിന് തെളിവായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് കെട്ടിച്ചമക്കപ്പെട്ടതാണ്. വമാ ഹദസത്ത് ഇല്ലാ ബഅദ 400 സനത്തിൻ മിനൽ ഹിജ്റത്തി, ഹിജ്റ 400 വർഷം കഴിഞ്ഞതിന് ശേഷമല്ലാതെ അത് തുടങ്ങിയിട്ടില്ല. വലൈസ ലിലൈലതിഹാ തഫ്ദീലുൻ അലാ അശ്ബാഹിഹാ മിൻ ലയാലിൽ ജുമഇ, മറ്റ് വെള്ളിയാഴ്ചയുടെ രാവുകൾക്കുള്ളതിനേക്കാളും കൂടുതൽ ഒരു പ്രത്യേകതയും ആ രാത്രിക്ക് ഇല്ല. അപ്പോൾ റജബിന്റെ 1ാമത്തെ വെള്ളിയാഴ്ച രാവിന് മറ്റ് വെള്ളിയാഴ്ച രാവുകളെക്കാളും ഒരു മഹത്വവും ഇല്ല എന്ന് ഇബ്നു സലാഹ് റഹിമഹുല്ല അടിവരയിട്ട് പറയുന്നു. വഅമ്മാ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാന, ശഅബാൻ പകുതിയുടെ രാത്രിക്ക് ഫലഹാ ഫളീലത്തുൻ, അതിന് മഹത്വമുണ്ട്. ഇഹ്യാഉഹാ ബിൽ ഇബാദത്തി മുസ്തഹബ്ബുൻ, ആരാധനകളെ കൊണ്ട് ആ രാത്രിയെ സജീവമാക്കുക എന്നത് ഇഷ്ടപ്പെടേണ്ട നല്ല കാര്യമാണ്. വലാകിൻ അലൽ ഇൻഫിറാദി മിൻ ഗൈരി ജമാഅത്തിൻ, ഇത് സംഘമായി നടത്തേണ്ട ഒരു ആരാധന അല്ല, മറിച്ച് ഓരോരുത്തരും അവരവരുടെ സൗകര്യമനുസരിച്ച് ഒറ്റയ്ക്ക് ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കേണ്ടതാണ്. അപ്പോൾ മഹത്വമുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു സലാഹ് റഹിമഹുല്ല പറയുന്നു, ഇങ്ങനെ ഈ രാത്രിയിൽ ഒരു സംഗമമായി കൊണ്ട് ഒരു പരിപാടി നടത്താൻ മഹാന്മാരായ സഹാബത്തുൽ കിറാമിന്റെ മാതൃകയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശമോ ഇല്ലാത്തത് കൊണ്ട് ഒരു സംഘടിത പരിപാടി ഈ രാത്രിയിൽ നടത്താൻ പറ്റില്ല. വത്തിഖാദുൻ നാസി ലഹാ വലി ലൈലത്തുർ റഗായിബി മൗസിമൻ വ ശിആറൻ, ഈ ശഅബാൻ 15 രാത്രിയെയും റജബിന്റെ 1ാം വെള്ളിയാഴ്ച രാവിനെയും ഒരു ആഘോഷവേളയും ഇസ്ലാമിന്റെ ഒരു ഷിആറും ആക്കി മാറ്റുന്നത് ബിദ്അത്തുൻ മുൻകറത്തുൻ, വെറുക്കപ്പെടുന്ന ഒരു അനാചാരമാകുന്നു. വമാ യസീദൂനഹു ഫീഹിമാ അലൽ ഹാജത്തി വൽ ആദത്തി മിനൽ വഖീദി വ നഹ്വിഹി, വിളക്ക് കത്തിക്കൽ പോലെയുള്ള കാര്യങ്ങൾ ആവശ്യത്തിനേക്കാൾ കൂടുതൽ മറ്റ് ദിവസങ്ങളെക്കാൾ വർദ്ധിപ്പിക്കുക എന്നത് ഫഗൈറു മുവാഫിഖിൻ ലിശ്ശരീഅത്തി, ശരീഅത്തിനോട് യോജിക്കുന്നതല്ല. വൽ അൽഫിയത്തുല്ലതി തുസല്ലാ ഫീ ലൈലത്തിൻ നിസ്ഫി,
ഷാബാൻ പകുതിയുടെ രാത്രിയിൽ നിസ്കരിക്കുന്ന അൽഫിയ എന്ന നിസ്കാരം അഥവാ 1000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൊണ്ടുള്ള നിസ്കാരം ലാ അസ്ല ലഹാ വലി അഷ്ബാഹിഹ, ഇതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. ഇതുപോലെയുള്ള മറ്റ് പല അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളും ദീനിന്റെ പേരിൽ കെട്ടിക്കോട്ടിയിട്ടുണ്ട്. അതിനൊന്നും അടിസ്ഥാനമില്ല. അപ്പോൾ വെളിച്ചത്തിന്റെ മറ്റും ആവശ്യത്തിനേക്കാൾ കൂടുതൽ വിളക്ക് കത്തിക്കുക എന്ന പരിപാടി ഫളിലുണ്ട് എന്നറിയപ്പെടുന്ന ഷാബാനിന്റെ രാത്രിയിൽ പോലും വെറുക്കപ്പെടേണ്ട കാര്യമാണ്, ശരീഅത്തിനോട് ഒരിക്കലും യോജിക്കാത്ത കാര്യമാണ് എന്ന് ഇബ്നു സലാഹ് റഹിമഹുല്ലാ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ പരിശുദ്ധ ഖുർആനിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളിലോ സഹാബത്തുൽ കിറാമിന്റെ ജീവിതചര്യയിലോ എന്തിനധികം 300 കൊല്ലക്കാലത്തെ മുസ്ലിം ചരിത്രത്തിലോ എവിടെയും ഒരു സ്ഥാനവും ഇല്ലാത്ത റബീഉൽ അവ്വൽ മാസത്തിൽ വിളക്ക് കത്തിച്ചുകൊണ്ട് ആർഭാടമാക്കുന്ന പരിപാടി ഒരിക്കലും ഇസ്ലാമിക ശരീഅത്തിനോട് യോജിച്ചതല്ല എന്നത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. കാരണം ഈ ഷാബാനിന്റെ പകുതിയുടെ രാത്രിക്ക് മഹത്വങ്ങളുണ്ട് എന്ന് മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹുവും പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടും ആ രാത്രിയിൽ പോലും ആവശ്യത്തിനേക്കാൾ കൂടുതൽ വിളക്ക് കത്തിക്കുന്നത് ശരീഅത്തിനോട് നിരക്കാത്തതാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു മഹത്വവും പരിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത, ഹദീസുകളിൽ ഇല്ലാത്ത, സഹാബത്തുൽ കിറാമിന്റെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു രാത്രിക്ക് മഹത്വം കൽപ്പിച്ചുകൊണ്ട് അതിനോടനുബന്ധ രാത്രികളിലും മറ്റും വിളക്ക് കത്തിക്കുക എന്ന ഏർപ്പാട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് ആഖിറത്തിൽ വിശ്വാസമുള്ള, റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് വിശ്വാസമുള്ള സർവ്വ ആളുകളും മനസ്സിലാക്കുന്നത് അവരവർക്ക് നല്ലത്. ബഹുമാനപ്പെട്ടവർ വീണ്ടും തുടരുന്നു. അമിനൽ അജബി, അത്ഭുതത്തിൽപ്പെട്ടതാണ് ഇർസുന്നാസി അലൽ മുബത്തദൈ ഫി ഹാതൈനിൽ ലൈലതൈനി, ഈ രാത്രിയിൽ പുതിയതായി തുടങ്ങപ്പെട്ട പുത്തൻ ആചാരങ്ങൾക്കൊക്കെ ജനങ്ങൾക്ക് വലിയ ആവേശമുണ്ടാവുക എന്ന് പറയുന്നത് വലിയ അത്ഭുതകരമായി തോന്നുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് സ്ഥിരപ്പെട്ട മുഅക്കദായ ശക്തിയായ സുന്നത്ത് നിസ്കാരങ്ങളുടെ കാര്യത്തിലും ദിക്റുകളുടെ കാര്യത്തിലും മറ്റ് ജമാഅത്തുകളുടെ കാര്യത്തിലൊക്കെ ജനങ്ങൾ വീഴ്ച വരുത്തുകയും ചെയ്യുന്നു. എന്നിട്ടും അത്തരം ആളുകളാണ് വലിയ ആവേശത്തോടുകൂടെ ഈ പുത്തൻ ആചാരങ്ങളുടെ പിന്നാലെ നടക്കുന്നത് എന്നത് മഹാത്ഭുതമായി ബഹുമാനപ്പെട്ടവർ പറയുന്നു. നാം നേരത്തെ പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ ഈ അത്ഭുതത്തിന്റെ കാരണം ജനങ്ങൾ പിശാചിന്റെ മാർഗത്തിലേക്ക് പെട്ടെന്ന് ഒഴുകിപ്പോകുന്നു എന്നതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് മാറിക്കൊണ്ട് പിശാചിന്റെ മാർഗത്തിലേക്ക് പോകാൻ വളരെയധികം ആവേശം കാണിക്കുന്നത് എന്തിനു വേണ്ടി എന്നതാണ് അത്ഭുതം തോന്നാനുള്ള കാരണം എന്നത് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. ഇങ്ങനെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ സ്ഥിരപ്പെടാത്ത, പരിശുദ്ധ ഖുർആനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ പഠിപ്പിക്കാത്ത, സ്വഹാബത്തുൽ കിറാമോ മാതൃക കാണിക്കാത്ത വിഷയങ്ങളെയും ദിവസങ്ങളെയും ഷിആറാക്കി മാറ്റുക എന്നത് മുസ്ലിമീങ്ങളായ നമുക്ക് നിർവാഹമില്ല എന്നത് കേവലം ഇബ്നു സലാഹ് റഹിമഹുല്ലാഹുവും അബൂ ശാമ റഹിമഹുല്ലാഹുവും അവരുടെ യുക്തിയിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു നിയമമല്ല. കാരണം ഇമാമു ദാരുൽ ഹിജ്റ എന്നറിയപ്പെടുന്ന ഹിജ്റ 93 മദീന മുനവ്വറയിൽ ജനിച്ച് മദീനയിൽ തന്നെ വളർന്ന് മദീനയിൽ വഫാത്തായ ലോകപ്രശസ്ത പണ്ഡിതനായ ഇമാം മാലിക് റഹിമഹുല്ലാഹു വളരെയധികം മഹത്വമുണ്ടെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നിരാക്ഷേപം അറിയപ്പെട്ട അറഫാ ദിവസത്തിൽ പള്ളിയിൽ ആളുകൾ ഒരുമിച്ച് കൂടി ഒരു സംഗമം നടത്തുന്നത് ഒരു ഷിആറാവുന്ന രൂപത്തിൽ പറ്റില്ല എന്നും ആ രൂപത്തിൽ ഒരു സംഘടിത പരിപാടിയിലേക്ക് എത്തിച്ചേരുമെന്ന് കണ്ടാൽ മാതൃകായോഗ്യരും തുടരപ്പെടുന്നവരുമായ ആളുകൾ അറഫാ ദിവസത്തിന്റെ വൈകുന്നേരം അസർ നിസ്കാരത്തിന് ശേഷം പള്ളിയിൽ പോലും ഇരിക്കാൻ പാടില്ല എന്ന് വിശദീകരിച്ചതും അൽബായിസ് അൽ ബിദഅ വൽ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിന്റെ 29ാമത്തെ പേജിൽ നാം മുമ്പ് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ദീനിൽ സ്ഥിരപ്പെടാത്ത കാര്യങ്ങളെ ഷിആറാക്കി മാറ്റുക എന്നത് ഇസ്ലാം ദീനിലേക്ക് നമ്മുടെ വകയായി പലതും കടത്തിക്കൂട്ടലാണ് എന്ന യാഥാർത്ഥ്യം കൂട്ടി വായിക്കുമ്പോഴാണ് ഇബ്നു സലാഹ് റഹിമഹുല്ലാഹുവിന്റെയും അബൂ ശാമ റഹിമഹുല്ലാഹുവിന്റെയും ഉൾപ്പെടെയുള്ള ഹിജ്റ 600-ൽ ജീവിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തന്ന ദീൻ യഥാർത്ഥ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.